നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയാഗ്രയിൽ ക്യാപ്റ്റഗൺ കലർത്തി ഹമാസിന് നൽകി ജൂതപ്പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത് കണ്ട് ബാഷർ അൽ അസദ് രസിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനെയുള്ള തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അസദ് വംശത്തിന്റെ പതനത്തോടെ ആ രാജ്യത്തുണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്. സിറിയയിലെ ലോകത്തിലെ ഏറ്റവും വലിയ നാർക്കോ രാജ്യമാക്കി മാറ്റാൻ ബാഷർ അൽസദിന്റെ സഹോദരനും സൈനിക കമാൻഡറുമായ മഹർ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2022 അന്വേഷണത്തിൽ AFPയുടെ ഔദ്യോഗിക ഡാറ്റയിൽ നിന്ന് എടുത്ത കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വ്യാപാരമാണ് ബാഷർ ഭരണകൂടത്തിന്റെ കീഴിൽ നടന്നിരുന്നത്. ജനങ്ങളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുകയും ഇത് സാമൂഹിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്തിട്ടുണ്ട്. അസദിന്റെ അറിവോടെയുള്ള ഈ അനധികൃത മയക്കുമരുന്ന് വ്യാപാരം അറബ് രാജ്യങ്ങളെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അറബ് രാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിനുള്ള അസർ ഭരണകൂടത്തിന്റെ തന്ത്രത്തിൽ ഒന്നു മാത്രമായിരുന്നു ഈ മയക്കുമരുന്ന് കച്ചവടം എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. ഇതിനിടെ പുറത്തുവരുന്ന മറ്റ് തെളിവുകൾ ലോക മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതാണ്. അതാണ് 2023 ഒക്ടോബർ 7 സംഭവിച്ചത്. ഇസ്രയേലിനെതിരെ ഹമാസുകളുടെ ആക്രമണം നടത്തുമ്പോൾ ഈ ഹമാസ് തീവ്രവാദികൾക്ക് അവർക്ക് കൊടുത്തിരുന്നത് ജിഹാദി മയക്കുമരുന്ന്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ കറേജ്, പാവങ്ങളുടെ കൊക്കൈൻ, ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ക്യാപ്റ്റഗൺ എന്ന ഉത്തേജക മരുന്ന് ആയിരുന്നു. ഈ മരുന്ന് ഉപയോഗിച്ചാണ് ഹമാസ് ഇസ്രയേലിൽ വ്യാപകമായ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെയും അമേരിക്കൻ സർക്കാരിലെയും ഉദ്യോഗസ്ഥർ അടുത്തിടെ ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. 1960കളിൽ പശ്ചിമ ജർമ്മനിയിൽ ശ്രദ്ധക്കുറവ്, വിഷാദരോഗം, നാർക്കോലെപ്സി തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി രൂപീകരിച്ച ഫെനിത്തിലിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന മരുന്നിന്റെ ബ്രാൻഡ് നാമമാണ് ഈ ക്യാപ്റ്റഗൺ എന്ന് പറയുന്നത്. 1980കളിൽ മയക്കുമരുന്ന് അതിന്റെ ഉയർന്ന ആസക്തി കാരണം നിരോധിച്ചിട്ടുള്ള ഇതാണ് ഈ മരുന്ന്. എന്നാൽ അന്നു മുതൽ മിഡിൽ ഈസ്റ്റിൽ വ്യാജ ക്യാപ്റ്റഗണിന്റെ രഹസ്യ വ്യാപാരം വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോഴും മയക്കുമരുന്ന് വളരെ സജീവമായി കാണപ്പെടുന്നുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിന് നിരോധനമുണ്ട്. പക്ഷെ അവിടെയെല്ലാം തന്നെ സിറിയയിൽ നിന്ന് കൊണ്ടുപോകുന്ന ക്യാപ്റ്റഗൺ ലഭ്യമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്കിടയിൽ ഈ മരുന്ന് ജനപ്രിയമായിട്ടുണ്ട്. ഈ തീവ്രവാദികളെല്ലാം തന്നെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്ന് നമ്മുടെ 2023 ഉണ്ടായ ഇസ്രയേലിലെ പ്രശ്നത്തിൽ സ്ത്രീകളെ തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതും നഗ്നരാക്കി അടിക്കുന്നതും മൃഗീയമായിട്ടുള്ള ബലാത്സംഗങ്ങളും ഇതെല്ലാം നമ്മൾ ലോകം കണ്ടു കഴിഞ്ഞതാണ്. ഇത്രയധികം എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു മനസാക്ഷിയുമില്ലാതെ പെരുമാറാൻ സാധിക്കുന്നത് എന്ന് നമ്മളന്ന് അത്ഭുതപ്പെട്ടിരുന്നു. ഇതെല്ലാം തന്നെ ഈ മരുന്നുകൾ കൊടുത്തുവിട്ട് അസദ് ഭരണകൂടം അയച്ചിട്ടുള്ള ഹമാസ് ഭീകരരാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ബാഷർ ഭരണകൂടത്തിന്റെ തകർച്ചയോടെയാണ് സിറിയയിലെ മയക്കുമരുന്ന് വിപണി ഇത്രത്തോളം വലുതായിരുന്നു എന്ന യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ക്യാപ്റ്റഗണിന്റെ ഉൽപാദകരായ സിറിയയെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിരോധിത മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ പേരിൽ അവർ ഒരിക്കലും സിറിയയെ അറബ് ലീഗിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുക്കമല്ലായിരുന്നു. ഒരു മുസ്ലിം രാജ്യമായിട്ട് പോലും ഒരിക്കലും അറബ് ലീഗിൽ സിറിയയ്ക്ക് സ്ഥാനമില്ലായിരുന്നു. എന്നാൽ തങ്ങൾ ഒരിക്കലും മയക്കുമരുന്നിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന ബാഷറിന്റെ വാക്കുകൾ എത്ര നിരർത്ഥകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ മൂക്കിന് കീഴിലുള്ള ഗോഡൌണുകളിൽ നിന്ന് ബില്യനുകൾ വില വരുന്ന മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തുന്നത്. നിരോധിത മയക്കുമരുന്നായ ക്യാപ്റ്റഗണിന്റെ വ്യാവസായിക തലത്തിലുള്ള കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മധ്യേഷ്യയിലേക്ക് ഒഴുകുന്ന മയക്കുമരുന്നായ ക്യാപ്റ്റഗണിന്റെ ഉറവിടം യഥാർത്ഥത്തിൽ സിറിയ തന്നെയാണ്. ആംഫെറ്റമൈൻ ടൈപ്പ് ഉത്തേജക ഗുളികയാണ് ഇത്. സിറിയയിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന് ചുക്കാൻ പിടിച്ചത് ബാഷർ അൽ അസദിന്റെ സഹോദരനും സൈനിക കമാൻഡറുമായ മഹർ അൽ അസദ് ആണ്. ബാഷർ ഭരണകൂടം തകർന്നതോടെ മഹർ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ബാഷർ ഭരണത്തിന്റെ തണലിൽ മയക്കുമരുന്ന് ഉൽപാദനവും കള്ളക്കടത്തും സുഗമമാക്കുന്ന സിറിയയിലെ ബിസിനസ്സുകൾ മഹറാണ് നിയന്ത്രിച്ചിരുന്നത്. മഹറിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപാരം സിറിയയിൽ തഴച്ചു വളർന്നിരുന്നു. നദിക്ക് സമീപത്തെ ഗോഡൌണുകൾക്ക് താഴെയുള്ള തുരങ്കത്തിനുള്ളിൽ ആയിരക്കണക്കിന് ബീജ് ക്യാപ്റ്റഗൺ ഗുളികകളാണ് പാക്ക് ചെയ്ത നിലയിൽ വിമതർ കണ്ടെത്തിയിട്ടുള്ളത്. ഡമാസ്കസിന്റെ കിഴക്കൻ പ്രാന്തപ്രദേശത്തുള്ള ഗൗട്ട മേഖലയിലെ ഡൗമ നഗരത്തിലെ മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിന്റെ ഗോഡൌണിൽ
സൈക്കോസ്റ്റിമുലന്റ് മരുന്നായ ഫെനിത്തിലിൻ എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ക്യാപ്റ്റഗണിന്റെ ഗുളികകൾ ഒളിപ്പിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രിക്കൽ സ്റ്റോറേജുകളും വിമത സംഘടനാ നേതാക്കൾ പിടിച്ചെടുത്തു. ക്യാപ്റ്റഗൺ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനമാണ് സിറിയയിലെ 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിലുടനീളം അസദിന്റെ സർക്കാരിനെ പിന്തുണച്ചത് എന്നും പറയുന്നു. അസദിന്റെ വരുമാനത്തിന്റെ ഒരു ഏറിയ പങ്കും അസദ് ഭരണകൂടത്തിന്റെയും ആ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുടുംബ ഭരണം തന്നെയായിരുന്നു. അപ്പൊ അസദ് കുടുംബത്തിന്റെ ആസ്തിയുടെ ഏറ്റവും വലിയ ഒരു പങ്ക് നൽകിയിരുന്നത് ഇത്തരം മയക്കുമരുന്ന് കച്ചവടം തന്നെയാണ്. അനധികൃത മയക്കുമരുന്ന് കടത്തിന് പിന്നിൽ അസദിന് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതായും നിരീക്ഷകർ വെളിപ്പെടുത്തുന്നു. സിറിയയെ അറബ് ലോകത്തിലേക്ക് ഉൾപ്പെടുത്താൻ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തെ അസദ് കണ്ടത് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഇതേസമയം ഗവർണറുകളിൽ നിന്ന് കണ്ടെത്തിയ മയക്കുമരുന്ന് ശേഖരത്തിന്റെ അളവ് കണ്ട് വിമത നേതാക്കൾ പോലും അമ്പരന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മാത്രമല്ല മഹർ ഇതെല്ലാം തങ്ങളുടെ സൈനികർക്ക് നൽകിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക ഉത്തേജന മരുന്നായ വയാഗ്രയിൽ ക്യാപ്റ്റഗൺ വലിയ തോതിൽ ചേർക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. തകർന്ന ഭരണത്തിന് പകരമായി ഒരു പരിവർത്തന ഗവൺമെന്റ് രൂപീകരിച്ച HTS ഇനി നിയമവിരുദ്ധമായി മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുരക്ഷയും സേവനങ്ങളും പുനഃസ്ഥാപിക്കുക, സിവിലിയൻ ജീവിതവും സ്ഥാപനങ്ങളും പുനരുജ്ജീവിപ്പിക്കുക, നഗരങ്ങളെ പരിപാലിപ്പിക്കുക എന്നിവയാണ് തങ്ങളുടെ മുൻഗണന. വേറെ ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ ആലോചിക്കാൻ സമയമില്ല. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പുനഃസ്ഥാപിക്കലാണ് ഇപ്പോഴത്തെ അടിയന്തര കാര്യമെന്നെല്ലാമാണ് ജുലാനി പറയുന്നത്. ഇത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മലയാളി വാർത്ത ഇൻസൈഡ്.